6th സ്റ്റാൻഡേർഡിൽ ഡെസിമൽ ഓപ്പറേഷൻ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസാണ്. പേജ് നമ്പർ 121. നമ്മളിത് എക്സാമിന് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഡിവിഷൻ്റെ ഭാഗം ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരുന്നില്ല. അപ്പം ആ ഡിവിഷൻ്റെ ഭാഗം ഒന്നും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ പേജ് നമ്പർ 121 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവയെ നമ്മൾ എന്താക്കി മാറ്റണം? കൺവേർട്ടഡ് ടു ഡെസിമൽ ഫോം ആക്കി മാറ്റുക. അതിനെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ 3/5 ഡിനോമിനേറ്ററാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിലെ നമ്പറിനെ നമ്മൾ എന്താക്കണം? ടെൻസിൻ്റെ പവറുകളാക്കി എഴുതാൻ ശ്രമിക്കുക. അപ്പം ഈ 3/5 എന്ന നമ്പറിനെ നിയറസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള മാർഗം ഒരു × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ നമ്മൾ × 2 ചെയ്യുക. സോ ആൻസർ ഈസ് 6/10 എന്ന് വരും. 6/10 എന്ന് പറഞ്ഞാൽ /10 ആയതുകൊണ്ട് 10ന് ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു ഡിജിറ്റ് മാറ്റി കുത്തിട്ടാൽ മതി. ദാറ്റ് ഈസ് 0.6 എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിനടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7/8 ആണ്. 7/8. അപ്പോൾ 7/8 നിയറസ്റ്റ് 0ലേക്ക്. അപ്പോൾ 8 × എന്തെങ്കിലും ചെയ്താൽ 10 നമുക്ക് കിട്ടില്ല. 100 കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പം 7/8നെ നമ്മൾ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായി മാറും? 1000ലേക്കാവും. അപ്പം ഇത് 1000 എന്ന് വരും. ഇത് 125 × 7, 5 8 7s are 35, 7 2s are 14 + 3 7 വരും. അടുത്തത് 1 7s are 7 + 1 8 വരും കേട്ടോ. 875. ഡിനോമിനേറ്ററിൽ 3 zeros ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ഡിജിറ്റ് മാറ്റി കുത്തിടുക. സോ 0.875. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അതായത് 7/8 നമുക്ക് പെട്ടെന്ന് 125 ആണ് ഇതിൻ്റെ നിയറസ്റ്റ് 0ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കേണ്ട സംഖ്യ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗം 7/8നെ 2 × 2 എന്ന് എഴുതുക. 2 2s are 4 2s are 8 ആണല്ലോ. അപ്പം 2 എങ്ങനെ പെട്ടെന്ന് 0 ആക്കി മാറ്റാൻ പറ്റും? × 5. ഇവിടെയും × 5, ഇവിടെയും × 5. അപ്പം നമ്മൾ 3 5s ആണ് എക്സ്ട്രാ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതാണ് ഇവിടെ വരുന്നത് 125. മനസ്സിലായോ? അപ്പോൾ എന്താ? 5 2s are 10, 2 5s are 10, 2 5s are 10. അപ്പോൾ 3 10s വരുമ്പം നമ്മൾ 1000 എന്നാക്കി. ഇവിടെ 875 എന്നായി. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ആൻസർ 0.875 എന്ന് വന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് വൺ. 5/16. ആ 16നെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റി എഴുതിയാൽ മതി. അതായത് 5 ÷ 2 × 2 × 2 × 2. 2 2s are 4 2s are 8 2s are 16. എന്തിനാണ് ഇങ്ങനെ അകത്തിയിട്ടെന്ന് മനസ്സിലായില്ല. 5നെ കയറ്റാൻ വേണ്ടിയാണ് കേട്ടോ. × 5 × 5 × 5 × 5. എത്ര 5 നമ്മൾ അഡീഷണൽ കൊടുത്തു? 1 2 3 4. ആ 4 5നെ എന്ത് ചെയ്താൽ മതി? മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആൻസർ വിൽ ബിക്കം ഇത് 5 × 5 25, 5 × 5 25, 25 × 25 625, 625 × 5, 625 × 5 / എത്ര ടെൻസ് ഉണ്ട് ഇവിടെ? 10. ഇതൊരു 10, ഇതൊരു 10, 4 10. അപ്പോൾ എന്താവും? 10,000. 4 zeros കൊടുത്താൽ മതിയാവും കേട്ടോ. 625 × 5 എന്ന് പറയുമ്പോൾ 3125 / 10,000. അപ്പോൾ 4 ഡിജിറ്റ് മാറ്റി കുത്തിട്ടാൽ 0.3125. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. 3/40 ആണ് ആൻസർ. അപ്പം 3/40 നമുക്ക് എങ്ങനെ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യാം? 3/4 × 10 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 4നെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം എന്ന് പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ 4 × 25 ആണല്ലോ 100. അപ്പോൾ × 25 ജസ്റ്റ് ഇവിടെ കൊടുത്താൽ മാത്രം മതിയോ. അപ്പോൾ ആൻസർ എന്ത് വരും? 75 / 4 × 25 100 × 10,000 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 0.3 ഡിജിറ്റ് മാറ്റിയല്ലോ കുത്തിട്ടുണ്ട്. അപ്പോൾ 0.075 എന്ന് വരും കേട്ടോ. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 3/32. അപ്പോൾ നമുക്കതിന് 3/32നെ വേണമെങ്കിൽ 16 × 2 എന്ന് എഴുതാം.
അപ്പോൾ 16 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, 16 നമ്മൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 4 5s കൊണ്ടായിരുന്നു അല്ലേ. അപ്പം 16 ഇൻറ്റു 4 5s ആകുമ്പോൾ 625 ഇൻറ്റു ഇവിടെ ഒരു 2 ഇൻറ്റു 5 ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആഡീഷണൽ കൊടുത്തത് 625 ഇൻറ്റു 5 ആണ്. അപ്പോൾ ഇവിടെ 16 ഇൻറ്റു 625 നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു. എത്രയായിരുന്നു? 10,000 ഇൻറ്റു 5 2s are 10 വന്നു. സോ 1 lakh വന്നല്ലേ. 9375 ഡിവൈഡഡ് ബൈ 1 lakh. അപ്പം നമ്മൾ പോയിൻ്റ് ഇടുമ്പോൾ 0.09375 എന്ന് വരും. ഓക്കെ, അടുത്തത് 5-ാമത്തെ ക്വസ്റ്റ്യൻ 61 ഡിവൈഡഡ് ബൈ 125 ആണ്. 6th ക്വസ്റ്റ്യൻ 61 ഡിവൈഡഡ് ബൈ 125. 125 നിയറസ്റ്റ് 0യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 8 ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം 1 8s are 8, 6 8s are 48, 488 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എന്ത് വരും? 0.488 എന്ന് വരും. അടുത്ത ആ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ബിലോ ഇൻ ഡെസിമൽ ഫോം. 3 liters of milk is used to fill 8 identical bottles. How much does each bottle contain? അപ്പോൾ എന്ത് ചെയ്യണം? 3 ലിറ്ററിനെ 8 ബോട്ടിലാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3/8 ലിറ്റേഴ്സ് എന്ന് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്കറിയാം. നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് പഠിച്ചല്ലോ. 3/8നെ നമ്മൾ എന്താണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 × 2 × 2 എന്നാണല്ലോ 8നെ എഴുതി. അപ്പം 3 5s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 125 കൊണ്ട് താഴെ മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 325 5 3s are 15, റിമൈൻഡർ 1, 3 2s are 6 + 1 7, 3 1s are 375 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. സോ ആൻസർ ഈസ് 0.375 ലിറ്റർ ആണ് കേട്ടോ. ഇത്രയും ഓരോ കുപ്പിയിലും കൊള്ളുന്ന പാലിൻ്റെ അളവിതാണ്. അയ്യോ, ക്യാമറ കുറച്ച് ടീച്ചർ സൂം ചെയ്ത് വെച്ചിരുന്നില്ലേ, ഒന്നൊരു പറയാം. 3/8നെ ആയിരുന്നു നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ 3/8 എന്ന നമ്പറിനെ 8 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 3 × 2 × 2 × 2 എന്ന് എഴുതാം. അപ്പം ഇവിടെ സീറോസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ×5, ഇവിടെയും ×5, ഇവിടെ ×5. അപ്പോൾ നമ്മൾ എത്ര ചെയ്തു? 3 5s 5 × 5 25 × 5 എന്ന് വെച്ചാൽ 125 താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 375 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. സോ ആൻസർ ഈസ് 0.375. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല, സൂം ചെയ്തിട്ട് ശേഷം പെട്ടെന്ന്, സോറി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, 17 മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻറ്റു 25 ഈക്വൽ പാർട്സ്. ഈ 17 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ 25 തുല്യ ഭാഗങ്ങളാക്കി കട്ട് ചെയ്താൽ വാട്ട് ഈസ് എ ലെങ്ത് ഓഫ് 1 പീസ് ഇൻ ഡെസിമൽ ഫോമിൽ എഴുതണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് 17 ഡിവൈഡഡ് ബൈ 25 ആണ്. അപ്പം 17 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് വെച്ചാൽ യഥാർത്ഥത്തിൽ ഡിവിഷനാണ് നടത്തേണ്ടത്. പക്ഷേ നമുക്ക് എളുപ്പമാർഗ്ഗം എന്താണ്? ഇതിനെ സീറോസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനെയും സീറോസിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇതിനെയല്ല, ഈ ഡിനോമിനേറ്റർ സീറോസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 100 എന്ന് വരും. 17 × 4 7 4 28, റിമൈൻഡർ 2 1 4s are 4 + 68 എന്ന് പറയും. ആൻസർ ഈസ് 0.68 മീറ്റർ നീളമാണ് എന്തിനുള്ളത്? ഒരു പീസിനുണ്ടാവുന്ന നീളം എന്ന് പറയുന്നത്. ദെൻ 3rd ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, 19 കിലോഗ്രാം റൈസ് ഈസ് ഡിവൈഡഡ് എമംഗ് 20 പീപ്പിൾ. 19 കിലോഗ്രാം അരി 20 കിലോഗ്രാം അരി 20 പേർക്ക് കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് 1 കിലോ വെച്ച് കിട്ടും അല്ലേ. ഇത് 19 കിലോ അരിയാണ് 20 പേർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 19 ഡിവൈഡഡ് ബൈ 20 ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സീറോസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവുമല്ലോ. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 45 95 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 0.95 kg. ഇത്രയാണ് 950. ഒരു സീറോ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. 950 ഗ്രാം എന്നോ അല്ലെങ്കിൽ 0.95 kg എന്നോ എഴുതാം കേട്ടോ. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2 + 1/4 + 1/8 + 1/16?
അപ്പം പേജ് നമ്പർ 122 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1/2 നമുക്ക് എങ്ങനെ മാറ്റാം? 1/2 1/2 ഇൻറ്റു 5, അപ്പോൾ ഇൻറ്റു 5 കൊടുക്കുക അവിടെ. പ്ലസ് 1/4 നമുക്ക് 4 ഇൻറ്റു 25 കൊടുക്കാം. അപ്പോൾ ഇവിടെയും 25 കൊടുക്കുക. പ്ലസ് 1/8 ഇൻറ്റു 125. മുമ്പ് ചെയ്ത ഓർമ്മയുണ്ടല്ലോ, അതിൽ അത് ഓർത്ത് ചെയ്താൽ മതി കേട്ടോ. 125 പ്ലസ് 1/16 ഇൻറ്റു 625. അപ്പോൾ ഇവിടെ ഇൻറ്റു 625. ഇപ്പോൾ ഈ 625 ഒക്കെ എഴുതിയത് കാര്യം ഓർക്കുന്നുണ്ട്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെന്താവും? 5/10. ഇത് 25/100. ഇത് 125/1000. ഇത് 625/10,000. അപ്പോൾ നമ്മൾ ഓരോന്നും പോയിൻ്റ് ആക്കി എഴുതുക. എങ്ങനെ? ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു ഡിജിറ്റ് മാറ്റി കൊടുത്തിട്ടു. ഇത് 0.25, ഇത് 0.125, ഇത് 4 സീറോസ് ഉള്ളതുകൊണ്ട് 0.625 എന്ന് വരും കേട്ടോ. ശ്രദ്ധിച്ചാണ് അവിടെ. ദെൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് മായ്ച്ചേക്കാം കേട്ടോ. ഇവിടെ മുകളിലത്തൊന്ന് മായ്ച്ച് കളയാം. പോയിൻ്റ് നേരെ ഇടുന്ന കാര്യം ഓർത്തോണം. 0.5, അടുത്ത 0.25, അടുത്തത് 0.125, അടുത്തത് 0.0625. എന്നിട്ടത് ആഡ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്ന ഡെസിമലിൻ്റെ അഡീഷൻ കുട്ടികളൊക്കെ ടീച്ചർ പേപ്പർ നോക്കിയപ്പോൾ കണ്ടു, തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. പോയിൻ്റ് നേരെ ഇടുന്ന കാര്യം മറന്നേ പോകരുത്. ദെൻ 5, 7, 6, 2, 8, 5, 13, റിമൈൻഡർ 1, 3, 1, 4, 5, 9. പോയിൻ്റ് 0.9375 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതോ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4375 എന്ന് വരും എങ്കിൽ ആ 2 ഡിജിറ്റ് നമ്പർ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഈ 4.375നെ 4375 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതുന്നു ഫസ്റ്റ്. ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മളിതിനെ കട്ട് ചെയ്ത് ചെറുതാക്കണം. ഇത് നമ്മൾ 5ൻ്റെ ടേബിൾ വലിയ കട്ട് ചെയ്താൽ ഇത് എന്ത് വരും? 40-നകത്ത് 5 8 തവണ വരും. ദെൻ ഒരു റിമൈൻഡർ 37-നകത്ത് 5 7 തവണ വരും. ദെൻ 25 റിമൈൻഡർ 25-നകത്ത് 5 ടൈംസ് വരും. ഇവിടെ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 10-നകത്ത് 5 2 ടൈംസ്, ദാറ്റ് ഈസ് 200 എന്ന് വരും. എഗെയിൻ ഇതിനെ നമുക്ക് എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 5 കൊണ്ട് കട്ട് ചെയ്താൽ 8നെ കട്ട് ചെയ്താൽ 1 ടൈംസ്, റിമൈൻഡർ 37-നകത്ത് 7 ടൈംസ്, റിമൈൻഡർ 2, അപ്പം 25-നകത്ത് 5 ടൈംസ്. ഇവിടെ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 0. ആൻസർ ഈസ് 175/40 എന്ന് പറയുന്നത്. നമുക്ക് 2 ഡിജിറ്റ് ആണ് വേണ്ടത്. ഇത് 2 ഡിജിറ്റായി, ഇത് പക്ഷേ 3 ഡിജിറ്റാണ്. ഇതിനെ കൂടെ മാറ്റണ്ടേ? വീണ്ടും നമ്മൾ ഒന്നുകൂടെ കട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് തന്നെ? 5 കൊണ്ട് തന്നെ. 5 8s ആണ്. അപ്പം ഇവിടെ 8 വന്നു. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 3s 15 അല്ലേ? അപ്പം 3 വന്നു. റിമൈൻഡർ 2 25. സോ ആൻസർ 35/8 എന്ന് വന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. ഇത് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് 1 ഡിജിറ്റ് ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എത്രയാവും? 70/16. അപ്പോൾ ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, അതായത് 70യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4.375 എന്ന ഒരു ഡെസിമൽ നമ്പർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നന്നായിട്ട് 2-3 പ്രാവശ്യം ഇതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കട്ട് ചെയ്യാനൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ആ കട്ടിങ് മെത്തേഡ് ഒന്നുകൂടെ ഫോളോ ചെയ്ത് നോക്കണേ കേട്ടോ.